പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 2-ാം തീയതി, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2-ാം ദിനം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരമുയർത്തി കർത്താവിനോട് പറ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ, അതിനായിട്ടും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നതിന്, ശ്രേഷ്ഠമായി നടത്തുന്നതിന്, അതിശയമായി നടത്തുന്നതിന് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരമുയർത്തിപ്പിടിച്ച് എന്നിട്ട് പറ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങയുടെ നാമം സകല നാമത്തിലും മേലായ നാമമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സങ്കീർത്തനക്കാരൻ 50-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതനും നിൻ്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, സ്തോത്രയാഗം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം കേട്ടോ. പിതാവേ, ഈ മാർച്ച് മാസം 2-ാം തീയതി ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, ദൈവിക വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സ്വസ്ഥത വ്യാപരിക്കട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്തവർ, ആമേൻ, ഈ പകൽക്കാലം, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേലൊരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ. ഉറക്കത്തെ കെടുത്തിക്കളയുന്ന, ഉറക്കം വരുത്താതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസുകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള കൃപയുണ്ടാകട്ടെ. അതുപോലെ മുടി പൊഴിച്ചിലിനാൽ ബുദ്ധിമുട്ടുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. അവരുടെ മുടി പൊഴിച്ചിൽ നിൽക്കട്ടെ. അതുപോലെ തലയിലുള്ള ഇൻഫെക്ഷനുകൾ, ആമേൻ, തലയോട്ടിയിലുള്ള ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. കാല് കുത്തുമ്പോൾ വേദന കാരണം, ആമേൻ, എഴുന്നേക്കാൻ മേല, നടക്കാൻ മേല, ജോലിക്ക് പോകാൻ മേല, ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്ട്രോക്കിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സ്ട്രോക്ക് വന്നു, ആമേൻ, അത് മുഖാന്തരമുണ്ടായ ശാരീരികമായ ക്ഷീണങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ അവരെ ഏൽപ്പിക്കുക. ആമേൻ. എല്ലാത്തിനും അങ്ങും പരിഹാരം കൊടുക്കുന്ന ദൈവമാണ്. ഏതിനും അങ്ങേക്ക് മറുപടി കൊടുക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ക്ഷാമങ്ങൾ മാറട്ടെ. സാമ്പത്തികമായ പ്രതിസന്ധികൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വസ്ഥതയുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവെ അവർക്ക് അസന്തുലിതമായ അവസ്ഥ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിൽ കർത്താവെ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണം. മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സമാധാനം മിഡിൽ ഈസ്റ്റിൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അവൻ ദൈവികമായ ഒരു ഉണർവ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2-ാം ദിനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടും അവൻ ഉപവാസത്തോടും അങ്ങനെ സന്നിധിയിലായിരിക്കാനും, അതുമാത്രമല്ല കർത്താവെ, വൈകിട്ടത്തെ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹവുമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 2-ാം ദിനമാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്.
അതായത് ലോക്കൽ ടൈം 6:30, ഇന്ത്യൻ ടൈം 9 മണി. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതം അത് ധന്യമായി തീരും. ഇന്നലെ അനുഗ്രഹമായിരുന്നല്ലോ, ഇന്നും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ശ്രദ്ധയോടുകൂടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ മാസത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ദൈവിക ഓപ്പർച്യൂണിറ്റികളുടെ സമയമാണ്. ദ മന്ത് ഓഫ് ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അവൻ അപ്പോസ്തലൻ പറയുക, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ 3 കാര്യങ്ങൾ: 1 വലിയ വാതിൽ, 2 ഫലപ്രദമായ വാതിൽ, 3 എതിരാളികൾ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുമ്പോൾ എതിരാളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആമേൻ. എതിരാളികൾ ഉണ്ടെന്നത് കൊണ്ട് വാതിൽ ഇല്ലെന്നല്ല, എതിരാളികൾ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, വാതിലുള്ളത് കൊണ്ടാണ് എതിരാളികളുണ്ട്. അപ്പോൾ ദൈവികമായ ഡിവൈൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു സമയമാണത്. ആമേൻ. നമ്മുടെ ദൈവിക പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാതിലാണത്. ആമേൻ. ഒരു പ്രശ്നം എന്നാൽ അതിനെ നാം അഭിഷക്തരായ നമ്മൾ, ആമേൻ, നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ അതിന് പരിഹാരമായി മാറുന്നൊരു സമയമാണ്. ആമേൻ. അതുകൊണ്ട് ആമേൻ, നമ്മുടെ മുമ്പിൽ ദൈവം വാതിലുകൾ തുറക്കുന്ന വാതിലുകൾ, ആമേൻ, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ എതിരാളികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ആത്മീക ധൈര്യത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം തുറന്ന വാതിലിലൂടെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അവൻ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ നടുവിലാണോ വാതിൽ തുറക്കുന്നത്? യെസ്, നമ്മുടെ മുമ്പിൽ അതാണ് പൗലോസ് പറഞ്ഞത്, വലിയ വാതിൽ തുറന്നിരിക്കുന്നു, പക്ഷേ എതിരാളികളുമുണ്ട്. അപ്പം നമുക്ക് ചുറ്റും പല കാര്യങ്ങളായിരിക്കാം, പല തരത്തിലുള്ള അശാന്തി നമ്മുടെ ചുറ്റും പടരുന്നുണ്ടാകാം. പക്ഷേ ഇതൊന്നും ദൈവം തുറന്ന വാതിലിന് തടസ്സമാകത്തില്ല. ആമേൻ. അത് കൂടുതലും ദൈവിക അവസരങ്ങളെ നമുക്ക് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാനേ കാരണമാകുള്ളൂ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ മാസം പ്രാർത്ഥിക്കുക, ദൈവം തന്നിരിക്കുന്ന വാതിലുകളിലൂടെ പ്രവേശിക്കുവാൻ, ദൈവം തുറന്നിരിക്കുന്ന വാതിലുകളിലൂടെ പ്രവേശിച്ച് ആ ദൈവിക അനുഗ്രഹത്തിലേക്ക്, വളർച്ചയിലേക്ക്, സമൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക് കയറുവാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദേശത്ത് മൊത്തം ക്ഷാമമായിരുന്നു. എന്നാൽ ഇസഹാക്ക് എന്ത് ചെയ്തു? വിതച്ചു, 100 ഇരട്ടി വിളവ് ലഭിച്ചു. മറ്റുള്ളവർക്ക് ക്ഷാമമുണ്ടായപ്പോൾ ഇസഹാക്കിന് എന്തുണ്ടായി? അനുഗ്രഹമുണ്ടായി. ആമേൻ. വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷേ ക്ഷാമമെന്ന് പറയുന്ന ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. പക്ഷേ അതിന് നടുവിൽ ദൈവം എന്ത് കൊടുത്തു? 100 ഇരട്ടി കൊടുത്തു. നമ്മൾ ജോസഫിൻ്റെ കഥ നോക്കിയാലും അത് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. തടവിൽ നിന്ന് എവിടേക്ക് ഉയർത്തി? അരമനയിലേക്ക് ഉയർത്തി. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സഭ വളരെ പീഡനത്തിലൂടെ കടന്നുപോയി, ചിതറിപ്പോയി. പക്ഷേ അത് സുവിശേഷ വ്യാപനത്തിന് കാരണമായി. അപ്പം ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തരുന്ന 3-4 കാര്യങ്ങൾ ഓർത്തോണം. എങ്ങനെ ഈ ദൈവിക അവസരങ്ങളെ ഉപയോഗിക്കാം, അങ്ങനെ ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസുമായിട്ട് കണക്റ്റ് ആകാം. 1, നമ്മൾ സ്പിരിച്വലി സെൻസ്ഡ് ആയിരിക്കണം. ദൈവം തുറക്കുന്ന വാതിൽ ആത്മാവിൽ അത് തിരിച്ചറിയാൻ പഠിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി ഇത് തുറന്നിട്ടുണ്ട്, കർത്താവ് ഇങ്ങനൊരു വഴി എനിക്ക് വേണ്ടി ഓപ്പൺ ആക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ സെൻസ് ചെയ്യാൻ പഠിക്കണം. 2, വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടരുത്, അതിനെ നിരസിക്കണം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. പിന്നെ കർത്താവ് ചെറിയ കാര്യങ്ങളായിരിക്കാം നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കി തരുന്നത്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. ആമേൻ. ദൈവവചനത്തെ നമ്മൾ അവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യണം. പറയണം, ഇത് ദൈവം എനിക്ക് വേണ്ടി തുറന്ന വാതിലാണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പറയണം. എന്നിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഒരു കടലിനകത്ത് കാറ്റടിക്കുമ്പോൾ 2 കപ്പലുകൾ, ഒരു കപ്പലിനകത്ത് ഓടിക്കുന്ന കപ്പിത്താൻ അവൻ ബോധമുള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉള്ളതാണ്. മറ്റേ ആളിന് അത്ര എക്സ്പീരിയൻസ് പോലെ, അല്ലെങ്കിൽ അദ്ദേഹം ഭയമാണ്. അദ്ദേഹം പറഞ്ഞു, കാറ്റ് കണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ മറ്റേ കപ്പിത്താൻ കാറ്റിനനുസൃതമായിട്ട് കപ്പലിനെ അങ്ങോട്ട് പിടിച്ചു കൊടുത്തു. ആമേൻ. അതുകൊണ്ട് എന്തുപോയി? അത് ശരിയായി മുന്നോട്ട് പോകാൻ തുടങ്ങി. കാറ്റ് നിനക്കൊരു പ്രശ്നമല്ല. കാറ്റിൻ്റെ നടുവിൽ നീ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക വാതിലുകളെ കണ്ട് ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നാൽ, ഭയപ്പെടാതെ നിന്നാൽ മുന്നേറുവാൻ കഴിയും. ആമേൻ. കർത്താവ് നിങ്ങളെ ഈ പുതിയ മാസം നിങ്ങളെ മുന്നേറുന്ന മാസമായി മാറട്ടെ. ആമേൻ. കരമുയർത്തി പറ, മാർച്ച് മാസം ദൈവിക അവസരങ്ങളുടെ മാസമാണ്. ആമേൻ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നും എന്നെ തടയത്തില്ല. തുറന്ന വാതിലുകളിൽ, ദൈവം തുറന്നിരിക്കുന്ന വാതിലുകളിൽ ഞാൻ പ്രവേശിക്കുന്ന മാസമാണ്.
ആമേൻ. ഭയം എന്നെ നിയന്ത്രിക്കത്തില്ല. കൈ ഉയർത്തി പറ, ഭയം എന്നെ നിയന്ത്രിക്കത്തില്ല. ഞാൻ സുരക്ഷിതനാണ്, എൻ്റെ കുടുംബം സുരക്ഷിതമാണ്, ദൈവസഭ സുരക്ഷിതമാണ്, ദേശം സുരക്ഷിതമാണ്, സഭ വളരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിലൊക്കെയും ഞാൻ ഉയർച്ച പ്രാപിക്കും, നന്മ പ്രാപിക്കും, ദൈവിക കണക്ഷനുകളെ പ്രാപിക്കും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ആമേൻ ഓർക്കുക, ദൈവം തുറന്ന വാതിലിലൂടെ പ്രവേശിക്കുക. ഡിവൈൻ കണക്ഷനുകളുമായിട്ട് കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ മാസത്തിനായിട്ട് ഞങ്ങൾ ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസിനായി സ്തോത്രം ചെയ്യുന്നു. നീ തുറക്കുന്ന വാതിലുകളെ തിരിച്ചറിയുവാൻ കർത്താവ് ഞങ്ങൾക്ക് ജ്ഞാനം തരണമെന്ന് പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയം നീക്കി ധൈര്യത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ചുറ്റും സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ ദൈവിക സഭയും ദൈവിക കുടുംബങ്ങളും സംരക്ഷിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ ചിലർക്കൂടൊക്കെ അയച്ചു കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. വൈകിട്ട് ഇന്ത്യൻ സമയം 9 മണിക്ക് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.